കോളേജ് ഗേറ്റിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് വരെയുള്ള സമയം എങ്ങനെ കടന്നുപോയെന്ന് അമ്മു അറിഞ്ഞതുപോലുമില്ല. ബാലുവിനെ കണ്ടതിനു ശേഷം അമ്മുവിന്റെ മനസ്സ് അവളുടെ കൈവശമില്ലാത്തതുപോലായിരുന്നു. പ്രഭാതാണ് അവളെ അവരുടെ വീടിന്റെ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറ്റിക്കൊടുത്തതും ഇറങ്ങാറായപ്പോൾ വിളിച്ചതുമെല്ലാം. യാത്ര പറഞ്ഞ് പ്രഭാത് പോയതിനു ശേഷം ആദവും അമ്മുവും കൂടിയാണ് നടക്കുന്നത്. ആദം അമ്മുവിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ആൾ ഓരോരോ ചിന്തകളിലാണെന്ന് നടത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാലുചേട്ടനെ കണ്ടതിനു ശേഷമാണ് ഇവൾക്ക് ഈ മാറ്റമെന്നും അവന് മനസ്സിലായതാണ്. ഇനി ഇവൾക്ക് ആ ചേട്ടൻ ഇഷ്ടാവോ? ഇനി ആ ചേട്ടനെ പറ്റിയാവോ ചിന്തിക്കുന്നത്? ആദത്തിന്റെ മനസ്സും ഓരോരോ ചിന്തകളിലേക്ക് പോയി. പ്രഭാത് യാത്ര പറഞ്ഞു പോയതും താനും ആദവും തനിയെ നടക്കുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ അമ്മുവിന്റെ മനസ്സ് ഇപ്പോഴും ആ കോളേജ് ഗേറ്റിന്റെ അവിടെ ബാലു പിടിച്ച് അവളുടെ കൈകളിലായിരുന്നു. ഇന്ന് വരെ ബാലുചേട്ടൻ ഇങ്ങനെ കയ്യിലൊന്നും പിടിച്ചിട്ടില്ല. ഇന്നും വേറെ ഉദ്ദേശത്തോടെ പിടിച്ചതല്ലെങ്കിലും അമ്മുവിന് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ എന്തു ചെയ്യും? ബാലുചേട്ടനോട് ഉടനെ എല്ലാം പറയണം. അതിനുള്ളൊരവസരം ഇനി ഉടനെ ഉണ്ടാകുമോ എന്തോ? ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കും? ഇങ്ങനെ ഓരോ ചിന്തകളും കണക്കുകൂട്ടലുമായി അമ്മു നടന്നു.